ഈ ചുട്ടുപൊള്ളട വേനൽക്കാലത്ത് നമ്മളെ വീട്ടിൽ മാത്രം മഴ കേട്ടാ. കാരണം അതിന് ശേഷം മഴയത്ത് കളിക്കണണ്ട. നല്ല മഴ ഉണ്ട് കേട്ടാ. അപ്പൊ വീഡിയോയിൽ അധികം ക്ലിയർ ആവണില്ല. മഴത്തുള്ളികള് വലിയ തുള്ളികൾ മാത്രം കിട്ടണുള്ളൂ. അപ്പൊ നല്ല മഴയുണ്ടാ. വീടിന്റെ മുകളിലൊക്കെ അടിപൊളിയായിട്ട് നനഞ്ഞ് നമ്മളെ വീടൊക്കെ ടെറസൊക്കെ നനഞ്ഞ് കുതിർന്ന്, അതേപോലെ തന്നെ നമ്മളെ മുറ്റവും മാവും എല്ലാതും അടിപൊളിയായിട്ട് നനഞ്ഞിട്ടുണ്ട് കേട്ടാ. ഈ വേനൽ ചൂടിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയ മഴയുണ്ടാ. കൃത്രിമമായി മഴ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാട്ടാ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമാകാവുന്ന ഒരു വീഡിയോയുമായിട്ടുണ്ടാ. കാരണം ഇപ്പൊ നമുക്കറിയാലോ, ഭയങ്കര ചൂട് അധികരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾക്ക് AC ഇല്ലാതെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളെ സാധാരണക്കാരനൊക്കെ ചിലപ്പോൾ ഒരു AC വാങ്ങാനുള്ള നിവർത്തി പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഒരു AC ഇല്ലാതെ ഇത്രയും ചൂടേറിയ കാലാവസ്ഥയിലും ഒരു വീട്ടിൽ കിടന്നുറങ്ങാന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പൊ നമ്മൾക്ക് അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മളെ വീടും അതുപോലെ തന്നെ അതിന്റെ പരിസരവും തണുപ്പിച്ചുകൊണ്ട് എങ്ങനെ നമ്മൾക്ക് ഈ കാലാവസ്ഥയെ അതിജീവിക്കാമെന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ്. കാരണം ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. കൃത്രിമമായി മഴ പെയ്ച്ചുകൊണ്ട് അവരെ മുറ്റവും അതേപോലെ തന്നെ വീടും ഒക്കെ തണുപ്പിച്ചിട്ട് വളരെ തണുത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിനാസ്പദമാക്കി തന്നെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീടും അതുപോലെ കൃത്രിമമായി മഴ പെയ്യിച്ചുകൊണ്ട് തണുപ്പ് നിലനിർത്താമെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഞാൻ അതിനു വേണ്ടി എടുത്തേക്കുന്നത് 5 സ്പ്രിംഗ്ലർ ഉണ്ടാ. ഇതുപോലത്തെ 5 സ്പ്രിംഗ്ലർ കൊണ്ടാണ് ഞാനിവിടെ കൃത്രിമമായി മഴ സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു 3 ലെങ്ത് 1 ഇഞ്ചിന്റെ പൈപ്പും നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി ഫിറ്റിങ്സും സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നും ഇത് ഏത് വിധത്തിൽ സെറ്റ് ചെയ്താലും നമുക്ക് അതുപോലെ ഉപയോഗിക്കാമെന്നുള്ളതിന്റെ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകാവുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റുള്ളവർക്ക് ആർക്കും വേണമെങ്കിൽ ഇത് ഉപകാരപ്രദമാകാം. അപ്പൊ ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാട്ടോ. അപ്പൊ നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ പാരപ്പിറ്റിന്റെ മുകളിലൂടെ പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു 5 സ്പ്രിംഗ്ലറിന് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് 1 2 3 4 5 ഭാഗത്തായിട്ട് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനുള്ള കണക്കിനുള്ള പൈപ്പുകൾ നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഒരു സ്പ്രിംഗ്ലർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീ ഇവിടെ കണക്ട് ചെയ്യണം ആദ്യം കേട്ടോ. ഓക്കെ, സെറ്റ് ചെയ്യുമ്പോൾ ടീ കറക്റ്റ് റെക്റ്റാങ്കിൾ ആണോ നോക്കണം. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഇതിന്റെ ലെങ്ത് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതിന്റെ ലെങ്ത് ഇവിടെ നിന്ന് ഒരു ബെൻഡ് ഇട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ ഇവിടെ ഒരു സ്പ്രിംഗ്ലർ വെക്കാനുള്ള സ്പോട്ട് റെഡിയാക്കി നമ്മൾ ബെൻഡിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ അവിടെ എൽബോ ഇട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം, പിന്നെ അങ്ങോട്ടും കൊണ്ടുപോകാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം കൊടുത്തേക്കണ ഈ കോർണറിൽ അവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പില്ലറിൻ്റെ മുകളിലായിട്ട് ഒരെണ്ണം കൊടുക്കും, പിന്നെ അറ്റത്ത് ഒരെണ്ണം കൊടുക്കും കേട്ടോ. ഓക്കെ, ചെറിയ കഷ്ണങ്ങൾ കുറച്ച് മുറിച്ച് വെക്കണം കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 5 സ്പ്രിംഗ്ലർ വെക്കണോർത്തേക്ക് വേണം, പിന്നെ ബെൻഡ് വെക്കണോർത്ത് ടീ വെക്കണോർത്തേക്കൊക്കെ കുറച്ച് കഷ്ണങ്ങൾ വേണം. കുറച്ച് കഷ്ണങ്ങൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അതവിടെ സാധനം. അടുത്തത് നമ്മൾ ഒരെണ്ണം ഇവിടെ ഇട്ടോ കൊടുക്കണം. അപ്പോൾ ഇത് ഇവിടെ കട്ട്
ലാസ്റ്റ് ഭാഗം കൊണ്ട് നമ്മൾ ചെയ്യാൻ പോണത് ഇവിടെ ഒരു ചെറിയ കഷ്ണം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1 ഇഞ്ചിന്റെ FTA നമ്മൾ ഇവിടെ കൊടുക്കണ്ട, കാരണം ഇവിടെ ഇതിന്റെ എട്ടാണിത്. ഇവിടെ ഒരു ഓസ് കോളർ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഓസ് കോളറിലേക്ക് പച്ച പൈപ്പ് അടിയിലത്തെ RHP മോട്ടർ ഉണ്ട്, അതും വന്ന് ഒരു പച്ച പൈപ്പ് കണക്ട് ചെയ്തിട്ട് നമ്മൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കണം. അപ്പൊ എന്തോരം ഫോഴ്സ് കിട്ടുമെന്നുള്ളത് നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇതുമ്മ സ്പ്രിംഗ്ലർ കണക്ട് ചെയ്യാനുള്ള സംഭവങ്ങൾ എടുത്തേക്കണ്ട. അപ്പൊ ഈ ഒരു ചെറിയ കഷ്ണം പൈപ്പ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 FTA, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ 1/4 ഇഞ്ചിന് ഇതിന്റെ ത്രെഡ് വരുന്നത്. അപ്പൊ ഇതിങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1/4 FTA എടുത്തേക്കണം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 5 സ്പോട്ടിലായിട്ട് വെക്കാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സൈഡിൽ തന്നെ 3 കൊടുത്തേക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 2 റൂം വരുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി ഇവിടെ വെച്ചേക്കണ്ട. ബാക്കി പറഞ്ഞാൽ അവിടെയും ഒന്നായിട്ടത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മ ഒരു ഓസ് കോളർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പച്ച പൈപ്പ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണം. അപ്പൊ ഇതില് അപ്പൊ എല്ലാതും നമ്മ ക്ലാമ്പ് അടിച്ച് സെറ്റ് ചെയ്തിട്ടാ, കംപ്ലീറ്റ് ക്ലാമ്പ് അടിച്ച് നല്ല വൃത്തിക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. 1 2 3 4 5 ഇനി നമുക്ക് ഇത് ടാപ്പ് ഇട്ടിട്ട് ഇതുമ്മ സെറ്റ് ചെയ്യേണ്ട പണിയും കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ സാധാരണ ഇതിന്റെ അടിയിൽ ഒരു ഫിറ്റിംഗ് കൂടി വരുന്നുണ്ട് കേട്ടോ. ചെക്ക് വാൽവ് പോലത്തെ ഒരു സംഭവം കൂടി ഇതിന്റെ അടിയിൽ വരും. അത് നമ്മ മോട്ടർ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള വെള്ളം ഇതിലെ കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നമ്മ എപ്പോഴും ആ പൈപ്പ് റിമൂവ് ചെയ്തിടുന്ന കാരണം ഇതിൽ വെള്ളം ഉണ്ടാവില്ല ഈ പൈപ്പിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇത് നമ്മ വെക്കാത്തത് കേട്ടോ, ഇത് മാത്രം. ഓക്കെ, അപ്പൊ നമ്മ ഈ പച്ച പൈപ്പിന്റെ തല നമ്മ ഈ ഓസ് കോളറിന്റെ ഇതിലേക്ക് കയറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടാ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് മോട്ടർ ഓൺ ആക്കി നോക്കാട്ടോ മക്കളെ. പണി പാളിയിട്ടാ. നമ്മളെ RHP മോട്ടറിന് അടിയിൽ വെള്ളത്തിന് ഫോഴ്സ് ഇല്ല. അപ്പൊ മഴ പെയ്ക്കാൻ ശ്രമിച്ചിട്ട് മഴ പെയ്യുന്നൊന്നുമില്ല. അപ്പൊ എന്തായാലും നമുക്ക് പരാജയപ്പെടാൻ പറ്റില്ല. കാരണം ഒരു 2000 റുപ്യ അടുത്താണ് ഈ പൈപ്പും സാധനങ്ങളും ഒക്കെ ചെലവ് വന്നേക്കണത്. അപ്പൊ എന്തായാലും നമുക്ക് പരാജയപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മ അടിയിലത്തെ മോട്ടറിൽ നിന്ന് വെള്ളം കയറ്റിയിട്ട് സ്പ്രേ ചെയ്യണ പരിപാടി നമ്മളെ പാളിപ്പോയേക്കണ്. അപ്പൊ അതിന് ബദലായിട്ടാണ് ഇപ്പൊ നമ്മ ചെയ്തേക്കണത്. ഈ ടാങ്കിൽ നിന്ന് വരുന്ന ഈ പൈപ്പിൽ നിന്ന് കണക്ട് ചെയ്തിങ്ങായിട്ടും നമ്മളിവിടെ ഒരു RHP മോട്ടർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടിച്ചിങ്ങായിട്ടും ഇത് സ്പ്രേ ചെയ്യാന്നുള്ള പരിപാടിയാണ്. അത് വിജയകരം ഉണ്ടാ. പിന്നെ അത് മാത്രല്ല, ഇതിന്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് 500 ലിറ്ററിന്റെ ടാങ്കിന്. 500 ലിറ്ററിന്റെ ടാങ്കിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് വെള്ളം തീരും. അപ്പൊ നമ്മ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, അടിയിലത്തെ ഈ മോട്ടറിൽ നിന്ന് വെള്ളം കയറ്റിക്കൊണ്ടിരിക്കണം. അപ്പൊ അതേ സ്ഥാനത്ത് നമ്മ കിണറ്റിൽ നിന്ന് മറ്റുള്ള കടിച്ച് കയറ്റണമെങ്കിൽ വളരെ ഫലവത്തായിരിക്കുള്ളൂ സംഭവം. നല്ല അടിപൊളിയായിട്ടും. അല്ലെങ്കിൽ നമ്മ ബദലൊരു ഫിൽറ്ററും കൂടി അടിയിൽ താത്തിയിട്ട് വെള്ളം നല്ല ഫോഴ്സ് ആക്കി എടുത്തതിന് ശേഷം അടിയിൽ നിന്ന് ഇതുമേലേക്ക് കണക്ഷൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾക്ക് അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാനും എല്ലാത്തിനും വളരെ എളുപ്പമാണ്.
ഇപ്പൊ ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ മോട്ടോർ ഓൺ ആക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് ഈ വാൽവ് നമ്മ അല്പം തുറക്കണം. തുറന്നതിന് ശേഷം നമ്മ എന്ത് ചെയ്യണം, ഈ മോട്ടോർ ഓൺ ആക്കാൻ പാടുള്ളൂ. അപ്പൊ അത് അല്പം തുറക്കാന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്പ്രേ ആണ്. അപ്പൊ അപ്പുറത്തെ വീടിന്റെ പറമ്പിലേക്കൊക്കെ ഇത് പോകണ്ട. അപ്പൊ അതിനനുസരിച്ച് ക്രമീകരിക്കാനായിട്ട് ഈ വാൽവ് ഉപകരിക്കും. അപ്പൊ അത് നമ്മ കയറലും ഇറങ്ങലും ചെയ്യേണ്ട വരും. അപ്പൊ മറ്റേതാകുമ്പോൾ നേരെ അടിയിൽ നിന്ന് അടിച്ച് കയറ്റണമെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാനും ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും നല്ല അടിപൊളിയായിട്ട് നടക്കും. അപ്പൊ അതിന് അതിന്റെ പോരായ്മകൾ. അപ്പൊ ഇനി ഇത് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് കൂടി കാണിച്ചു തരാം. വളരെ ഫലവത്താണ് ഇത്. നമുക്ക് നല്ല രീതിയിലുള്ള തണവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ പോരായ്മകൾ, ഇതിപ്പോ 1000 ലിറ്ററിന്റെ ടാങ്ക് ആണെങ്കിൽ നമുക്ക് കുറച്ചധികം നേരം കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇടാമായിരുന്നത്. 500 ലിറ്ററിന്റെ ടാങ്ക് ആയതുകൊണ്ട് നമുക്ക് അത്രയും കുറവ് കിട്ടണം. അപ്പൊ നമ്മൾ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കൂടി കാണാട്ടാ. ആദ്യമായിട്ട് നമ്മ ഈ ബോൾ വാൽവ് ഒന്ന് ഓണാക്കി കൊടുക്കാട്ടാ. ഈ ബോൾ വാൽവ് ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ടാങ്കിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് ഈ സ്പ്രിംഗ്ലറിന്റെ ഉള്ളിൽ കൂടി വരണ കാണാൻ പറ്റും. അതിന്റെ മെയിൻ കാരണം ഈ സ്പ്രിംഗ്ലറിന്റെ അടിയിലൊരു ചെക്ക് വാൽവ് പോലത്തെ സംഭവം ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഇതിന് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം പോകണം കേട്ടോ. അപ്പൊ അത് പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഒരു ബോൾ വാൽവ് കൊടുത്തേക്കണത്. അത് മാത്രമല്ല, മോട്ടോർ ഓൺ ആക്കുമ്പോൾ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ അപ്പുറത്തെ പറമ്പിലേക്കും ഇത് വെള്ളം പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വേഗത നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ ബോൾ വാൽവ് ഉപകാരപ്പെടും. ഇനി നമുക്ക് മോട്ടോർ ഒന്ന് ഓണാക്കി നോക്കാട്ടാ. മഴ പെയ്തു മക്കളെ, വേണ്ട ഇതേപോലെ അടിപൊളിയായിട്ട് എല്ലാ സ്പ്രിംഗ്ലറും വർക്ക് ചെയ്യുന്നുണ്ട്. 5 എണ്ണവും വർക്ക് ചെയ്യുന്നുണ്ട്. സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ വേണ്ട. ഇതിപ്പോ നമ്മളെ വിളംബരത്തുണ്ട്. അപ്പൊ ഇതിന്റെ വേഗത കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദേശം കുറച്ചിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ പറമ്പിലേക്കൊക്കെ പോവാത്ത രീതിയിൽ വേഗത കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ നമ്മളെ പറമ്പിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീടുമ്മൽക്കും പറമ്പിൽക്കൊക്കെ ആയിട്ട് നല്ലോണം വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴെ പോയിട്ട് മഴ ആസ്വദിക്കാട്ടാ. എങ്ങനെയുണ്ട് മഴ പെയ്യണമെന്നൊക്കെ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഇൻഷമോള് മഴയത്ത് കളിക്കണ്ടാ. ഇൻഷമോള് മഴയത്ത് കണ്ട കൊടൊക്കെ ചൂടിങ്ങായിട്ട് മഴ ആസ്വദിക്കുന്നു. അപ്പൊ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടാ. ഇപ്പൊ ക്യാമറയിൽ ഓവറായിട്ട് കാണില്ല, ചെറുതായിട്ട് കാണുള്ളൂ. നല്ല രീതിയിൽ മഴ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടാ. അപ്പൊ നമ്മളെ എല്ലാ ഭാഗവും പറമ്പിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും നനഞ്ഞ് വാർക്കട മോൾ ഭാഗമൊക്കെ നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട്. നല്ല കൂളിങ് ആയിട്ടുണ്ട് ഉൾഭാഗത്തൊക്കെ. അപ്പൊ ഇത് കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ, 2 നേരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂടിനെ അതിജീവിക്കാൻ സാധിക്കും. അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലയേറിയ കമന്റുകൾ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ.